ലോകത്തിന്റെ ഒരു കോണിൽ യുദ്ധമുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഓഹരി വിപണി പെട്ടെന്ന് താഴോട്ട് പോവുകയും കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും മുകളിലോട്ട് വരികയും വീണ്ടും താഴോട്ട് പോവുകയും ചെയ്യുന്നത്? ഇക്കണോമിക്സിൽ ഇതിനെ പറഞ്ഞത് മാർക്കറ്റ് വോളറ്റിലിറ്റി എന്നാണ്. അതായത് യുദ്ധം പോലുള്ള അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ചില നിക്ഷേപകർ പേടിച്ചിട്ട് തങ്ങളുടെ ഓഹരികൾ വിൽക്കുകയും അതേസമയം ചില നിക്ഷേപകർ ഇതിനൊരു അവസരമായി കണ്ട് ഓഹരികൾ വാങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത് FII ഔട്ട്ഫ്ലോ. അതായത് യുദ്ധം പോലുള്ള അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് വിദേശ നിക്ഷേപകർ ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിന്നും തങ്ങളുടെ നിക്ഷേപം പിൻവലിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ബോണ്ടുകളിൽ, അതായത് US ട്രഷറി ബോണ്ടുകളിലോ ഗോൾഡുകളിലോ പണം നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് ഓഹരി വിപണി താഴുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തതാണ് കറൻസി ഡിപ്രീസിയേഷൻ. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും നിക്ഷേപകർ സുരക്ഷിതമായിട്ടുള്ള ഒരു കറൻസി ആയിട്ട് കാണുന്നത് ഡോളറിനെയാണ്. നമുക്കറിയാം, മാർക്കറ്റ് നിയമപ്രകാരം ഏതിനാണോ ഡിമാൻഡ് കൂടുതൽ അതിനാണ് വില കൂടുതൽ. ഇവിടെ ഡോളറിന് മൂല്യം കൂടുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് വിദേശത്തു നിന്നും അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവ് കൂടുന്നു. ഇത് ഇവർക്ക് ലാഭം കുറയ്ക്കുന്നതിന് കാരണമാകുകയും ഓഹരി വിപണി താഴ്ന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. മൂന്നാമത്തതാണ് ഗോൾഡ് ആസ് എ സേഫ് ഹെവൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഓഹരി വിപണി താഴുന്ന സമയത്ത് സ്വർണത്തിന്റെ വില കൂടും. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാല് നിക്ഷേപകർ പേടിച്ചിട്ട് തങ്ങളുടെ പണം പിൻവലിച്ചിട്ട് അത് സ്വർണത്തിലേക്ക് മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി നാലാമത്തതാണ് മാർക്കറ്റ് സെന്റിമെന്റ്സ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറും അക്കങ്ങൾ മാത്രമല്ല, ഫിയർ ആൻഡ് ഗ്രീഡ് കൂടിയാണ്. അതായത് എത്ര വലിയ നിക്ഷേപകരായാലും യുദ്ധം പോലുള്ള സമയങ്ങളിൽ തങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് ആ പണം പിൻവലിച്ചിട്ട് സ്വർണത്തിലേക്കോ മറ്റു നിക്ഷേപങ്ങളിലേക്കോ മാറ്റപ്പെടുന്നു. ഇത് ഓഹരി വിപണി വീണ്ടും താഴുന്നതിന് കാരണമാകുന്നു.